ഫ്രണ്ട്സ്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് അഡ്വക്കേറ്റ് ജനറൽ ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഏതിട്ടു? അറ്റോർണി ജനറൽ കേട്ടോ അല്ലേ. നമ്മൾ ഇന്ന് അഡ്വക്കേറ്റ് ജനറൽ എടുക്കാം കേട്ടോ. നിങ്ങൾ പഠിക്കുമ്പോൾ അത് പറയാട്ടോ, പറഞ്ഞുതരാം. നമ്മളിപ്പോ ഇതിലേത് വരും ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളുമാണ് പഠിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ CAG എടുത്തു, അറ്റോർണി ജനറൽ എടുത്തു, അഡ്വക്കേറ്റ് ജനറൽ എടുത്തു. അപ്പൊ നമുക്ക് ഇതിന്റെ കീഴിൽ ഇനി PSC UPSC ഒക്കെ പഠിക്കാണ്ടല്ലേ. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഇട്ടുതരാം. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക. കണക്ട് ചെയ്ത് പഠിച്ചു മാറ്റുക. നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്ലാസ് ഇട്ട് വരുന്നുണ്ട്. 2023 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞാൽ 22 ഇടാം. അത് കഴിഞ്ഞിട്ട് 21 ഇടാം കേട്ടോ. എക്സാം ആകുമ്പോഴേക്കും പരമാവധി ചെയ്യാൻ പറ്റുന്ന അത്ര ഇട്ടുതരാം. അത് നിങ്ങൾ നല്ല രീതിയിൽ ഫലവത്താക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് നമ്മുടെ ചാനലിന് ആവശ്യമുണ്ട്. എങ്കിലേ നമുക്ക് ക്ലാസ്സുകൾ നല്ല ഊർജ്ജസ്വലതയോട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് കുറവാകുമ്പോൾ പിന്നെ എന്തെങ്കിലും നമുക്ക് നമ്മുടെ പഠനത്തിലേക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടി വരും. ക്ലാസ്സുകൾ കുറച്ചൊന്ന് കമ്മിയാക്കേണ്ടി വരും. ആ ഒരു സ്ഥിതിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ എത്ര സമയം കണ്ടെത്തിയിട്ടാണെങ്കിലും നമ്മൾ ക്ലാസ് ഇടാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇതിപ്പോ നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ പഠിക്കാനില്ല. കാരണം ഞാനത് തറപ്പിച്ചു പറയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് എടുത്തത്? അറ്റോർണി ജനറൽ എടുത്തു അല്ലെ. അറ്റോർണി ജനറൽ. ഇത് നമ്മൾ ഏതാണ്? ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഡ്വക്കേറ്റ് ജനറൽ ആണ്. നിങ്ങൾ ഈ ഒരു ക്ലാസ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നമ്മള് ആർട്ടിക്കിൾ ഏത് പറഞ്ഞു? അറ്റോർണി ജനറൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് 76 എന്ന് പറഞ്ഞു അല്ലെ. 76 നോക്കിയോ, 76. അഡ്വക്കേറ്റ് ജനറൽ എത്രയാണ്? 165. ഓക്കെ, 165. നോക്കിക്കേ, 6ഉം 1ഉം 7 അല്ലേ, 5ഉം 1ഉം 6. ഇതൊന്നും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. എക്സാം ഹാളിൽ നിങ്ങൾ കാണാപ്പാടൊന്നും പഠിക്കേണ്ട. എക്സാം ഹാളിലത് നമുക്കിത് ഫലവത്താക്കാൻ പറ്റും, മാർക്കാക്കി മാറ്റാൻ പറ്റും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ 6ഉം 1ഉം 7, 5ഉം 1ഉം 6, 76. ഇത് മനസ്സിലായല്ലോ. ഇത് നമ്മള് അറ്റോർണി ജനറൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഗവൺമെന്റിന്റെ ഉയർന്ന ലോ ഓഫീസർ ആണ് എന്ന് പറഞ്ഞു. എങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ എന്താണ്? സംസ്ഥാന തലത്തിലെ ഏറ്റവും ഉയർന്ന ലോ ഓഫീസർ ആണ്. ഇവിടെ പ്രസിഡന്റിന്റെ നിർദ്ദേശിക്കുന്ന വിഷയങ്ങളിലൊക്കെ നിയമോപദേശം നൽകണം. അപ്പൊ അഡ്വക്കേറ്റ് ആകുമ്പോ എവിടെയാണ്? ഗവർണർ നൽകുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിച്ചോ? അപ്പൊ ആർട്ടിക്കിൾ മാത്രം ഒന്ന് എന്ത് ചെയ്യുക? മാറ്റിപ്പിടിക്കുക. അതുപോലെ നിയമിച്ച വ്യക്തികളെയും മാറ്റിപ്പിടിക്കുക. അത്ര മാത്രമേ. ഉത്തരവാദിത്തങ്ങളും കടമകളും പരിമിതികളും ചുമതലകളും എല്ലാം അറ്റോർണി ജനറൽ എന്ത് പഠിച്ചോ അതിന്റെ തന്നെയാണ് ഏതും അഡ്വക്കേറ്റ് ജനറലും. മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ അഡ്വക്കേറ്റ് ജനറൽ ആർട്ടിക്കിൾ 165 ആണ്. സംസ്ഥാനത്തിലെ ഉയർന്ന ലോ ഓഫീസർ ആണ്. പിന്നെ നിലവിലെ കേരളത്തെ അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. നിലവിലെ മാറിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. നിയമനങ്ങൾ ഞാൻ ലാസ്റ്റ് ക്ലാസ് തരാം കേട്ടോ. ഓക്കെ, പിന്നെ നിലവിലെ കേരളത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ആർട്ടിക്കിൾ 165 സംസ്ഥാനത്തിലെ ഉയർന്ന ലോ ഓഫീസർ ആണ്. നിയോഗിക്കപ്പെടുന്ന അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ചിട്ട് ഓക്കെ, സംസ്ഥാന തലത്തിൽ തന്നെ നിയോഗിക്കപ്പെടുന്ന അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് നല്ല പരാമർശമുള്ളത് അല്ലെ. ഉയർന്ന തലത്തിൽ നിയോഗിക്കപ്പെടുന്നതാണ്. പിന്നെ സംസ്ഥാന തലത്തിലെ ഏറ്റവും ഉയർന്ന ലോ ഓഫീസർ ആണ് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദ സ്റ്റേറ്റ്. നിലവിൽ കേരളത്തെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം ആരാണ് നിയമിക്കുന്നത്? ഗവർണർ ആണ് അല്ലെ. ആരുടെ ഉപദേശപ്രകാരം? മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം ഗവർണർ നിയമിക്കുന്നതിനാൽ മന്ത്രിസഭ ഇല്ലാതാകുമ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ ആർക്ക് രാജിവെക്കാം? അഡ്വക്കേറ്റ് ജനറലിനെ രാജിവെക്കാം. നമ്മൾ അത് അവിടെയും പറഞ്ഞതാണ് അല്ലെ. ഇനി എന്തൊക്കെയാണ് ചുമതലകള്? അറ്റോർണി ജനറലിന്റെ ചുമതലകൾ എന്തൊക്കെ പഠിച്ചു? അതൊക്കെ അഡ്വക്കേറ്റ് ജനറലിന്റെ ചുമതലകളാണ്. എവിടെ? സംസ്ഥാന തലത്തില്. അറ്റോർണി ജനറൽ കേന്ദ്ര തലത്തില്, അഡ്വക്കേറ്റ് സംസ്ഥാന തലത്തില്. ഗവർണർ നിർദ്ദേശിക്കുന്ന, നമ്മൾ എന്തൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു ചുമതലകളില്? ഗവർണർ നിർദ്ദേശിക്കുന്ന നിയമപരമായിട്ടുള്ള വിഷയങ്ങളില് ഗവൺമെന്റിന് നിയമോപദേശം നൽകുക. ഗവർണർ കേട്ടോ. അവിടെ പ്രസിഡന്റ് പഠിച്ചു, ഇവിടെ ഗവർണർ. രണ്ടാമത്, ഗവർണർ നിർദ്ദേശിക്കുന്ന നിയമപരമായ മറ്റു ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റുക. ഭരണഘടനാപരമായിട്ടോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ളോ ചെയ്യാൻ ബാധ്യതപ്പെട്ട നിയമപരമായിട്ടുള്ള ജോലികളും പൂർത്തിയാക്കണം. നിയമപരമായിട്ടുള്ളതും പിന്നെ ഭരണഘടനാപരമായിട്ടുള്ളതും എല്ലാ ഉത്തരവാദിത്തങ്ങളും ആര് നിറവേറ്റണം? ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ നിറവേറ്റണം. അപ്പൊ അവിടെ നമ്മൾ പരിമിതികളൊക്കെ പഠിച്ചില്ലേ?
കുറെ ചുമതലകൾ പഠിച്ചില്ലേ, കുറെ നിബന്ധനകളൊക്കെ പഠിച്ചില്ലേ, അതൊക്കെ എന്ത് ചെയ്യണം, ഞാൻ അത് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ പഠിച്ചത് എന്താണോ അതെല്ലാം ഇവിടെ അഡ്വക്കേറ്റ് ജനറൽ പ്രാവർത്തികമാക്കുക. ഇത് മാത്രം പഠിക്കുക. 165 അതിന് ഞാൻ ഇവിടെ കണക്ട് ചെയ്തു തന്നു. അപ്പൊ പിന്നെ നിയമിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ളത് അതൊന്ന് നോക്കി വെക്കുക. ഇത്ര പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 10 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ അറ്റോർണി ജനറലും ഓക്കെയാണ്, പിന്നെ അഡ്വക്കേറ്റ് ജനറലും ഓക്കെയാണ്. ഇത്രയേ പഠിക്കേണ്ടുള്ളൂ. നമ്മൾ ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ കോടതി അയ്യോ ഇനി അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, CAG അത് ഇതൊക്കെ പക്ഷെ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് അങ്ങനെ പഠിച്ച് പല ടോപ്പിക്കുകളും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ പഠിച്ചു മാറ്റാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ പക്ഷെ അത് നിങ്ങൾ പരിശ്രമിക്കണം എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നോട്ടിഫിക്കേഷൻ യൂട്യൂബില് നോട്ടിഫിക്കേഷൻ ഇഷ്ടം പോലെ വരും. അതിന്റെ പിന്നാലെ ഒരു ദിവസം 10ഉം 20ഉം നോട്ടിഫിക്കേഷൻ കണ്ടിട്ട് LDC എക്സാമിന് അത് ചെയ്യാ, LDC എക്സാമിന് ഇത് ചെയ്താൽ മതി, അത് ചെയ്താൽ മതി, ഏത് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതേ അവിടെ മാർക്കാവുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. ഇതൊക്കെ ഞാൻ ചെയ്ത വ്യക്തിയാണ്. ഇതൊക്കെ ഞാൻ ചെയ്ത് പരാജയപ്പെട്ട് തോൽവി എന്താണ് പറയാ, ഭൂലോക തോൽവി ഏറ്റുവാങ്ങിയ ആളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാണ്. അതിന്റെ പിന്നാലെ ഇരിക്കരുത്, പഠിക്കുക. ഒരു യൂട്യൂബ് വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. LDC എക്സാം അടുത്തു, ഇനി നിങ്ങൾ എന്ത് ചെയ്യും? ഇനി ഈ 3 മാസം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പഠിക്കണം. അല്ലാതെ ആ വീഡിയോ ഒരു അരമണിക്കൂർ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ അരമണിക്കൂർ വീഡിയോ കണ്ടു, അടുത്ത ഒരു ടോപ്പിക് എടുത്തു, അതാ അടുത്ത അരമണിക്കൂറിനുള്ളിൽ അടുത്തൊരു നോട്ടിഫിക്കേഷൻ വന്നു, അതാ അതിന്റെ പിന്നാലെ ഓടി. ഇതുമില്ല ക്ലാസ്സും ഇല്ല, പഠനവും ഇല്ല, LD ഇല്ല, കയ്യിൽ പോയി. ലാസ്റ്റ് ഈ യൂട്യൂബ് നോക്കി. എന്താണ്, നിങ്ങൾക്ക് കുറച്ചെങ്കിലും സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കേട്ട് മനസ്സിലാക്കുക. സ്നേഹത്തോടെ ഞാൻ പറയാണ്. അനാവശ്യമായിട്ട് ചാനലുകൾ കണ്ടിട്ടിരുന്നാൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം. അത് ഇതിൽ ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ കുറച്ചെങ്കിലും പരമമായിട്ടുള്ള സത്യം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് ശരിയാണ് എന്നെങ്കിലും ഒന്ന് നിങ്ങൾ ഒരു ആത്മാർത്ഥതയോടുകൂടി ഞാൻ പറയുകയാണ്. ഒരിക്കലും ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, ഇനിയിപ്പോൾ എനിക്ക് സപ്പോർട്ട് തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ പ്രശ്നങ്ങൾ പഠിക്കും. ഓക്കെ, അത്രേ പറയാനുള്ളൂ. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട വഴികളിലൂടെ നമ്മൾ പോകുന്നത്. അതിന് ഒരു തടസ്സം ആകരുത് എക്സാമുകൾ. കാരണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, ഇപ്പൊ എല്ലാം പ്രായം ചെറുപ്പക്കാരാണ് കയറുന്നത്. ഇനി ഈ സിലബസ് ഇനി ഈ ഒരു എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായം പറയാണ്, ഈ 2024 നടക്കുന്ന എക്സാമുകൾക്കായിരിക്കാം ഈ സിലബസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അടുത്ത് വേറൊരു സിലബസ് വരും. സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ മാറുകയാണ്. അടുത്തതില് ടെക്സ്റ്റ് ബുക്കുകൾ മാറുക എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റും പഠിച്ച് ജോലിയില്ല. 2022 23 സിലബസ് LD ഒക്കെ വന്നു, അത് മുഴുവൻ പഠിച്ചു, ജോലിയില്ല. 2024 25 ആകുമ്പോൾ പുതിയ സിലബസ് ഒരു കൊട്ടയ്ക്ക് അങ്ങോട്ട് വന്നിട്ടെന്ന് അതും പഠിച്ച് പുതിയ അറിയാലോ അവസ്ഥ. ആ മാനസിക സംഘർഷത്തിലേക്കൊന്നും നിങ്ങൾ പോകരുത്. ഉള്ള സമയം ഫലവത്താക്കുക. ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ചാനലുകൾ കാണുന്നതും അത് എന്റെ ചാനലാണെങ്കിലും ശരി, അനാവശ്യമായിട്ടാണെങ്കിൽ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുന്ന ചെയ്യാം. ഞാനും അനാവശ്യമായിട്ട് വെറുതെ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക അങ്ങനെ പഠിക്കുക മറ്റു വരികയാണെങ്കിൽ ഒഴിവാക്കുന്ന വേണം. ഓക്കെ, നിങ്ങൾക്ക് പഠിച്ചിട്ട് ഒരു മാർക്ക് കിട്ടാൻ സഹായം ഉണ്ടോ, അത് യൂസ് ചെയ്യാം. ഓക്കെ, അത് കേൾക്കുന്നതും കേൾക്കാത്തതും ഞാൻ എന്തെങ്കിലും ഇത്തിരി ഹാർഡായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്നേഹത്തോടെയാണെന്ന് മാത്രം ചിന്തിക്കുക. അത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിനൊന്നും അങ്ങോട്ട് മാറ്റിയിട്ട് വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.